ഇന്ന് രാവിലെ തന്നെ ലൂക്കുട്ടനെ ഒരുക്കി അമ്മയുടെ ഇറക്കി വിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ ചേട്ടൻ പോയപ്പോൾ കൊണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിനി നേരെ അങ്ങോട്ട് ചെന്നിട്ട് രണ്ടുപേരെ പിക്ക് ചെയ്ത് പോയാൽ മതിയല്ലോ. അപ്പം നമ്മൾ ഇന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് നേരെ ഞങ്ങൾ ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം കുറേ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ഇന്ന് ഉണ്ടാക്കിയതാണോ എന്ന് വെച്ചിട്ടല്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കറിയുണ്ട്, ഇന്നലത്തെ മീൻ കറിയൊക്കെ ആകുമ്പോൾ അടിപൊളിയാണല്ലോ. അപ്പോൾ ആദ്യം കുറേ കറി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതെല്ലാം കൂട്ടി അടിപൊളി ഫുഡ് കഴിച്ചു കേട്ടോ. എനിക്ക് ഫിഷ് ഐറ്റംസ് ഇത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിച്ചു കേട്ടോ. അതിനുശേഷം ചാച്ചുനെയും കുട്ടി മുടി വെട്ടാൻ പോയിട്ടോ. അങ്ങനെ തൊട്ടടുത്ത കടയിൽ തന്നെയാണ് പോയത്. അങ്ങനെ കുറച്ച് നേരം അവിടെ വെയിറ്റൊക്കെ ചെയ്ത് ഇരിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ അയാൾ പുറത്തൊക്കെ പോയേക്കായിരുന്നു. അപ്പോൾ ഞാനും ചാച്ചു അങ്ങോട്ട് ഇങ്ങോട്ട് മുഖം നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം ഇയാളെ കാണണ്ടായപ്പോൾ അതിനുശേഷം അയാൾ മുടി വെട്ടിയൊക്കെ തുടങ്ങി കേട്ടോ. വെട്ടി തുടങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നെങ്കിലും ഈ ഒരു സ്റ്റേജ് വന്നപ്പോൾ എൻ്റെ നെഞ്ച് ഇടിച്ചു കേട്ടോ. ഞാൻ കാണിച്ചു കൊടുത്ത ഫോട്ടോയിൽ ഇങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ശരിയായിട്ടോ, എല്ലാം ഓക്കെ. പക്ഷേ ആ ഒരു കോലം കണ്ടപ്പോൾ എനിക്ക് പേടിയായി പോയിട്ടോ. ഇനി ഇയാൾ എന്താണാവോ ചെയ്യാൻ പോണേന്നുള്ള രീതിയായി. അതിനുശേഷം ഞങ്ങൾ നേരെ മുടിയൊക്കെ വെട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ കല്ലോടെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഓരോന്നൊക്കെ ചിക്കനൊക്കെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് പോയി അവിടെ എത്തി നോക്കിയിട്ട് നേരെ റൂമിലേക്ക് പോയപ്പോൾ അവിടെ ചാച്ചു ലൂക്കുട്ടിനെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാറിയിരുന്നു. അതിനുശേഷം അമ്മ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലിനെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്ന് ഇവരോരോന്ന് ചെയ്യുന്നതൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നോക്കി നിന്നു കേട്ടോ. അതിനുശേഷം ഇവർ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ലൂയിക്കുട്ടന് ഓൾറെഡി എല്ലാവരെയായിട്ടും ഭയങ്കര ഓടിച്ചാടിയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ. ലൂയിക്കുട്ടൻ ഇവിടെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഓടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ പുറത്ത് ഓടി നടക്കാൻ പറ്റില്ല, മെറ്റലാണ് അവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ അവന് പുറത്ത് ഓടിക്കളി നടക്കില്ല, അകത്തുള്ള ഓടിക്കളി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവന് ഓടണമായിരുന്നു നമ്മൾ വാതിലൊക്കെ അടച്ചിട്ട് കേട്ടോ. അതിനുശേഷം ഞാൻ കാപ്പി കളിപ്പിച്ചു. ഞാൻ അതിൻ്റെ ഇടയിൽ ഇവരുണ്ടാക്കിയ കട്ട്ലേറ്റൊക്കെ വാരുത്തുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് നല്ലൊരു ടാൻ ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെയിൽ നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നും മുഖത്തൊന്നും ഇടാറൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ നല്ലോണം കാണുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഒരുങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ലൂക്കുട്ടിന് ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. ബാഗ് ഇട്ട് കൊടുത്ത പാടെ ആൾ ഓടിപ്പോയിട്ടോ. എങ്ങനെയാണെന്നറിയില്ല. ഒരുങ്ങിക്കഴിഞ്ഞാൽ വേഗം ലൂക്കുട്ടിന് പോകണം കേട്ടോ. അപ്പോൾ ലൂക്കുട്ടിന് ഓടുന്നൊരു പരിപാടിയാണ് ഈ കാണുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരോടും പയ്യൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാം കേട്ടോ. ലൂക്കുട്ടിന് ആദ്യം ഇവരായിട്ടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും പിന്നെ കണ്ട് ഇവൻ എല്ലാം ഭയങ്കര എല്ലാവരോടും ഭയങ്കര ഒരു ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് എത്തിയപ്പോൾ ലൂക്കുട്ടിൻ്റെ തൊപ്പി പറഞ്ഞു കേട്ടോ. അങ്ങനെ അമ്മാമ്മയും മോനും കൂടി എടുക്കാൻ പോയ ഞാൻ പറഞ്ഞിട്ടതാണ് കേട്ടോ എടുക്കാൻ. ഞാൻ പോയില്ലെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ പിടിക്കാണ്ട് അത് പോയതാണ് കേട്ടോ. അങ്ങനെ അത് പോയി എടുത്ത് അമ്മ തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത്. അതിനുശേഷം നല്ല വെയിലത്താണ് ഞാൻ അവിടെ നിന്നിരുന്നത്. അപ്പോഴേക്കും ഞാൻ വേഗം അമ്മ വന്നവിടെ